ഹലോ ഗായ്സ്, ബിഗ് ബോസ് സീസൺ 7 ചരിത്രത്തിലെ ഏറ്റവും മോശം കണ്ടസ്റ്റന്റുകളാണ് 90% കണ്ടസ്റ്റൻറ്റുകളും വളരെ മോശം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് അടിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല, എന്നാൽ പോലും ഇത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പലതും എന്താ പറയുക, നമ്മൾ ഇവരെയൊക്കെ ബിഗ് ബോസിന് യാതൊരു തരത്തിലുള്ളൊരു വിലയും കൊടുക്കുന്ന ആൾക്കാരല്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് അപവാദമാണ് ഉണിയൽ സാബു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ അനിയൽ സാബിൻ്റെ ആദ്യം തന്നെ എടുത്ത് പറയുന്നത്. ബിഗ് ബോസിന് കുറച്ച് റെസ്പെക്റ്റും അതിനൊക്കെ ലാലേട്ടിന് കുറച്ച് റെസ്പെക്റ്റും കൊടുത്ത് സംസാരിക്കുന്ന ചുരുക്കം അഭിലാഷ്, ഒനിയൽ, അങ്ങനെ അനീഷ്, അങ്ങനെയുള്ള ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് ഒനിയൽ. അപ്പോൾ ഒനിയൽ ഔട്ടായി. എന്തായാലും ഒനിയൽ നേരത്തെ തന്നെ എവിക്റ്റഡ് ആവും എന്നുള്ളത് നമുക്കും അറിയായിരുന്നു. പല സമയത്തും എവിക്ഷനിൽ വരാത്തത് കൊണ്ട് മാത്രമാണ് ഒനിയൽ രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ അഭിലാഷിനെക്കാട്ടും മുന്നേ തന്നെ ഒനിയൽ പോകേണ്ടതായിരുന്നു. ക്യാപ്റ്റൻസി കിട്ടിയത് കൊണ്ടാണ്, നോമിനേഷൻ ഫ്രീ വന്നതുകൊണ്ടാണ് ഒനിയൽ പോകാത്തത്. പക്ഷേ ഇത് വലിയ നേട്ടമാണ്. 60 ദിവസമൊക്കെ നിൽക്കാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ്. കാരണം വലിയ കാര്യമായിട്ടുള്ളൊരു ഗെയിമൊന്നും ഒനിയലിൻ്റെ ഭാഗത്തു നിന്ന് കളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ലാസ്റ്റ് വീക്കുകളിലാണ് ഒനിയലൊന്ന് സംസാരിച്ചു പോലും തുടങ്ങിയത്. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാനും അങ്ങനെയുള്ള ഒരു മുഖ്യധാരയിൽ ഒരു മുൻനിരയിലേക്ക് വന്ന് സംസാരിക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത് അവസാന വീക്കുകളിലാണ് കേട്ടോ. അപ്പം പക്ഷേ 60 ദിവസം നിൽക്കുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ്. ഫാമിലീനെ കൊണ്ടുവരാൻ പറ്റുന്നതും ഏതൊരു വ്യക്തികൾക്കും അവരുടെ കുടുംബത്തിന് അഭിമാനം ഉണ്ടാക്കുക എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഗെയിം കളിച്ചു എന്ന് വെച്ചാൽ ഒരു വലിയ ഗെയിമറോ വലിയ സംഭവമൊന്നും അല്ലായിരുന്നു. വളരെ സൈലൻ്റ് ആയിട്ട് പോകുന്ന ഒരു സേഫ് ഗെയിമർ എന്ന് മാത്രമേ എനിക്ക് ഒനിയലിനെ വിശേഷിപ്പിക്കാൻ പറ്റൂ. ഒനിയൽ സോറി, നിങ്ങളെനിക്ക് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ്. പിന്നെ ഇന്നിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ കാണിച്ചു. അവരുടെ കുൽസിതം, കുറേ കുൽസിതങ്ങളൊക്കെ, ഒരു കുൽസിതമാണ് അവിടെ പ്രധാനമായിട്ട് നടക്കുന്ന ആര്യൻ ജിസേലിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇദ്ദേഹവും കണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ അനിമോൾ പറഞ്ഞ് അതേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ രഹസ്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവർക്കൊന്നും പരസ്യമായിട്ട് പറയാനുള്ള ധൈര്യമില്ല. അനിമോളിനെ എനിക്ക് ആ നിലപാടിനോടാണ് അനിമോളിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗെയിമറായിട്ട് അനിമോളിനെ തോന്നിയത് അതുകൊണ്ടാണ് എനിക്ക്. പക്ഷേ ഇപ്പോൾ എനിക്ക് അനിമോളുടെ ഗെയിമൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അനിമോൾ ഈ ആദില നൂറയുടെ ഒക്കെ കൂടെ ഇന്ന് വളരെ ചൈൽഡിഷായിട്ട് വളരെ എന്താ പറഞ്ഞാൽ കുഞ്ഞുപൊളി പോലെ ബിഹേവ് ചെയ്യുന്നു. പിന്നെ അതിനൊക്കെ കിച്ചൻ്റെ കാര്യമാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത. കാരണം ഫുഡ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് ഒനിയൽ സാബു എവിക്റ്റഡായി. ഒനിയൽ സാബുവിൻ്റെ കുറച്ച് പഴയ വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണിച്ച് ഒനിയൽ സാബു ആ ഒരു വീഡിയോയിൽ ഏറ്റവും അവസാനം വരുന്ന ആ വീഡിയോയിൽ വരുന്ന ആരാന്ന് വെച്ചാൽ അവരായിരുന്നു ഔട്ടാവുന്നത്. ഇന്നത്തെ ഈ പ്രാവശ്യത്തെ എവിക്ഷൻ്റെ ആ ഒരു തീം എന്ന് പറഞ്ഞാൽ ആ ഒരു എവിക്ഷൻ എങ്ങനെയാണ്, ആ പ്രോസസ്സ് ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക കേട്ടോ, കമൻസിലൊക്കെ അറിയിക്കുക. അപ്പം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അങ്ങനെ ഒനിയൽ സാബു എവിക്റ്റഡായി. പിന്നെ നമുക്ക് ഷാനവാസിക്കയെ കുറിച്ച് പറഞ്ഞാൽ ഷാനവാസിക്ക നന്നായിട്ട്, കാരണം പുള്ളി അതേ കണക്കങ്ങ് നിന്നാൽ മതിയായിരുന്നു. പക്ഷെ പുള്ളി ഈ ഒരു 1 വീക്ക് ഫാമിലി വന്നതിന് ശേഷം പുള്ളി ഭയങ്കര ചൈൽഡിഷായിട്ട് കളിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ കളിക്കാതെ ഷാനൂക്ക ആരാണോ അദ്ദേഹം അതുപോലെ കളിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഷാനൂക്ക പിന്നെ എനിക്ക് തോന്നുന്ന കുറച്ച് ഈ ഒരു ആൾക്കാർ കാണിക്കുമ്പോൾ കുറച്ച് മാറിക്കളിക്കുന്നത് എനിക്ക് തോന്നുന്നു ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇനി അതിൻ്റെ ഒരു ഗെയിം ആണോ, അദ്ദേഹത്തിൻ്റെ ഗെയിം അതാണോ, അദ്ദേഹം അതോ മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്നതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് തന്നെയായാലും പിന്നെ അനിമോൾ പിന്നെ അങ്ങനെ കിച്ചണിൽ കാണിക്കുമ്പോൾ നമുക്ക് ആർക്കാരും ദേഷ്യം വരും. അത് സ്വാഭാവികമാണ്. കാരണം അനിമോളുടെ മുഖം അതുപോലെയാണ്. ഫുഡ് കൊടുക്കുമ്പോൾ അനിമോൾ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ ഇന്നൊരു കേക്ക് അത് കാണിക്കാൻ വേണ്ടി അങ്ങനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് തന്നെ. ഒരു കേക്ക് കൊടുത്ത് ആ കേക്ക് ആൾക്കാരെ എടുക്കുന്നു. അപ്പം അനിമോൾ ഭയന്ന് ബഹളം ഉണ്ടാക്കണം, എടുക്കരുത്. അപ്പം അനിമോൾക്ക് എന്ത് കാര്യം? ഇപ്പോൾ ലാലേട്ടൻ അത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് അവിടെ ചോദിക്കുന്നത്? നിങ്ങളൊരു പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം തിരക്കി പോയാൽ പോരെ, അവിടെ ആരെങ്കിലും കാണിക്കട്ടെ എന്നുള്ളൊരു വാക്ക് ലാലേട്ടൻ അവിടെ ചോദിക്കുകയാണ്. എന്നിട്ട് പോലും അനിമോൾക്കത് മനസ്സിലാവുന്നില്ല. എനിക്ക് വീട്ടുകാരത് പറഞ്ഞ് കറക്റ്റാണ് കൊടുക്കാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫുഡ് വിളമ്പുമ്പോഴാണ് ഈ അനിമോൾക്ക് പ്രശ്നം, അല്ലാണ്ട് ഫുഡ് ഉണ്ടാക്കുന്നതിലൊന്നും അനിമോൾക്ക് പ്രശ്നമില്ല. ഫുഡ് ഉണ്ടാക്കും, അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഫുഡ് കൊടുക്കുമ്പോൾ അനിമോളുടെ മുഖം കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ തോന്നില്ല. അത്ര ദേഷ്യം പിടിച്ച മുഖത്തിലാണ്. വേണമെങ്കിൽ എടുത്ത് തിന്നിട്ട് പോകും എന്നുള്ളൊരു ഭാവത്തിലാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാണെന്ന് പറയുന്നത് ശരിയാണ്. ആദ്യമൊക്കെ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ പിന്നീട് എന്തിനാണ് അങ്ങനെ ഒരാൾ ഒരു പ്രശ്നം 1 പ്രാവശ്യം 2 പ്രാവശ്യം വന്നാൽ പിന്നീട് ഒഴിഞ്ഞു കൊടുക്കണം? വേറെ കിച്ചൻ്റെ ടീം ആൾക്കാരുണ്ടല്ലോ, അവരോട് പറയണം നിങ്ങൾ സെർവ് ചെയ്യൂ, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതല്ലേ ബെറ്റർ? നമ്മൾ എന്തിനാണ് ദേഷ്യം പിടിച്ചിട്ട് ഉണ്ടാക്കി വെച്ച ഫുഡ് കൊടുക്കുന്നത്? അത് തന്നെ ഭയങ്കര മോശമല്ലേ? അപ്പോൾ അതാണ് അനിമോളുടെ ഒരു നെഗറ്റീവ്. അല്ലാതെ കളിച്ച് വരണം അനിമോൾ നന്നായിട്ട്. അനിമോളെ നമുക്ക് ഇഷ്ടമുള്ള ആളാണ്. അനിമോളായാലും അനീഷായാലും ഷാനൂക്കയായാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഈ 3 വ്യക്തികളാണ് ഉള്ളത്, ഞാൻ പറയാമല്ലോ.
പിന്നെ അപ്പം അനീഷിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അനീഷേട്ടനെ സംബന്ധിച്ചുള്ള അനീഷിനെ വലിയ ഗെയിമർ എന്ന് വെച്ചാൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും നല്ലൊരു ഗെയിമറായിട്ട് ഇപ്പം നിലവിൽ നിന്ന് പോകുന്ന അനീഷേട്ടൻ തന്നെയാണ്. അദ്ദേഹം സത്യസന്ധനായിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാത്ത ഒരു കാര്യം തന്നെ 10 പ്രാവശ്യം പറയുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത്. പക്ഷേ അല്ല സത്യസന്ധനാണ്. അതുപോലെ തന്നെ ഒരു വാക്ക് പറഞ്ഞിട്ട് വേറൊരിടത്ത് പോയി പറയുക പരദൂഷണം എന്ന് പറയുന്നൊരു സംഭവം അദ്ദേഹത്തിനില്ല. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നിവിനെക്കുറിച്ച് പറയുവാണെങ്കിൽ നിവിൻ്റെ അനിയത്തി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഫുഡ് കഴിക്കുന്ന കാര്യം നീ ഫുഡ് മാത്രമാണ് കഴിക്കാൻ വേണ്ടിയിട്ടാണോ, നീ ഗെയിം കളിക്കാനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ലാലേട്ടൻ ഇന്ന് എടുത്ത് ചോദിച്ചു, കളിക്കാനാണ് വന്നത് അതോ കഴിക്കാനാണ് വന്നതെന്ന്. അപ്പോൾ അത് തന്നെ അപ്പം അല്ല ലാലേട്ടൻ ഞാൻ കളിക്കാനാണ് വന്നത്. അപ്പോൾ പലരും ഇവിടെ പറയുന്നുണ്ട് കഴിക്കാനാണ് വന്നതെന്ന്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കി നിവിൻ കളിച്ചാൽ നിവിൻ നല്ല ഒരു എൻ്റർടൈൻ ചെയ്യുന്ന ഒരാളാണ്. പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, എന്തൊക്കെ കാണിക്കാം, അതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാം. എൻ്റർടൈൻ ചെയ്ത് പോയാൽ നിവിന് നല്ല മുന്നോട്ട് പോവാം. അല്ലെങ്കിലും നിവിൻ അടുത്ത ആഴ്ച അല്ല അതിൻ്റെ അടുത്ത ആഴ്ച ഔട്ടാവും. പക്ഷേ ഇനിയിപ്പോൾ 60 ദിവസമായി, ഇനിയിപ്പം കൂടുതൽ ദിവസമൊന്നും ആരും നിൽക്കേണ്ട ആവശ്യകതയില്ല. ടോപ്പ് 5 ഒരു 7-8 പേരല്ലേ അവസാനം വരത്തുള്ളൂ. 7 പേര്, അതിലൊരാൾ പൈസ എടുത്തിട്ട് പോവും. അപ്പോൾ 6 പേരെ 7 പേരാന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരാൾ പൈസ 7-8 പേരും കണ്ടാന്ന് തോന്നുന്നു, ഞാനത് തലയിൽ നിന്നില്ല പോയി. അപ്പം അതിൽ നിന്ന് ഒരാൾ പൈസ എടുത്തിട്ട് പോകും, ബാക്കിയുള്ളവർ ഔട്ടാവും. അത് കഴിഞ്ഞ് ടോപ്പ് 5ലേക്ക് 5 പേര് വരും. ഇങ്ങനെയാണല്ലോ കളി. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന അനിമോളെ കാര്യമാണ്. അനിമോൾ നിവിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അനിമോളുടെ ബാക്കി കൂടി കാര്യം പറയാം. അപ്പോൾ അനിമോളെ സംബന്ധിച്ച് അനിമോൾ ഈ കിച്ചണിൽ ഫുഡ് സെർവ് ചെയ്യാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് ഉറപ്പാണ്. കാരണം അനിമോൾ ഈ മുഖത്തോടല്ല നിൽക്കുന്നത്. ഭയങ്കരമായ ദേഷ്യം പിടിച്ചിട്ട് വേണമെങ്കിൽ തിന്നോ എന്ന് പറയുന്ന രംഗത്തിലാണ്. അത് അനിമോൾ ഒഴിവാക്കണം. പിന്നെ നമുക്ക് പറയുന്നത് ബിന്നിയെ സംബന്ധിച്ചുള്ള ബിന്നി കുത്തിത്തിരിപ്പ് കളിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ബിന്നി കുറച്ച് ദിവസം അനങ്ങിയില്ല. അപ്പാനി പോയി കഴിഞ്ഞപ്പോൾ സൈലൻ്റായി ആ ഒരു ഗ്രൂപ്പിൽ മാറി അടുത്ത ഗ്രൂപ്പിലേക്ക് പോയി. അത്യാവശ്യം പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരാളാണ്. സംസാരിക്കാൻ നാക്ക് ചിലപ്പോഴൊക്കെ തിരിയുന്നില്ലെങ്കിൽ പോലും പോയിന്റ് ഔട്ട് ചെയ്യും. പക്ഷേ ഇപ്പം വളരെ മോശമായിട്ടാണ് ഷാനവാസൊക്കെ ബിഹേവ് ചെയ്തത്. കാരണം അത് റൂൾ എഗൻസ്റ്റ് ആണ്. നമ്മളൊരു ജയിലിൽ, അത് പ്രത്യേകിച്ച് അയാൾ ഹൃദ്രോഗിയാണ്, ഹാർട്ടിന് പ്രശ്നമുള്ള ഒരു മനുഷ്യനാണ്. അയാൾ ബാത്റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരാളിനെ നീ എന്നോട് സോറി പറയാതെ ഞാൻ നിന്നെ പുറത്തിറക്കത്തില്ലടാ, നീ ഇവിടെ കിടക്കടാ എന്ന് പറയാൻ സോറി പറയാൻ വേണ്ടി അയാൾ വലിയ തെറ്റൊന്നും ചെയ്തില്ല. അയാൾ പറഞ്ഞാൽ നിൻ്റെ ക്യാപ്റ്റൻസി മോശമാണ്, നീ വളരെ മോശം ക്യാപ്റ്റനാണ് എന്ന് പറഞ്ഞതിന് സോറിയൊക്കെ പറയുക. നിനക്ക് പെണ്ണുങ്ങളെ അംഗീകരിക്കാൻ പറ്റത്തില്ലൂടാ, നിനക്ക് പെണ്ണിനെ അംഗീകരിക്കാൻ പറ്റില്ലൂടാ, പെണ്ണ് ക്യാപ്റ്റനായിട്ട് വന്നപ്പോൾ നിനക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലൂടാ എന്നൊക്കെ ചോദിക്കുന്നില്ല. വീട്ടിലെ 5 വയസ്സുള്ള കൊച്ചിനോട് ചോദിക്കുന്നതിനൊക്കെ 10, 44, 45 വയസ്സുള്ള ഒരു മനുഷ്യനാണെന്ന് ചിന്തിക്കണം. അതൊക്കെ വളരെ മോശമായി പോയി. വളരെ മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായി പോയി. അപ്പോൾ അതൊക്കെ മാറ്റണം ഇനി. അത് കാരണം ലാസ്റ്റ് ഡേയ്സ് ആയത് നെഗറ്റീവായി മാറത്തേ ഉള്ളൂ. അപ്പോൾ ബിന്നിയുടെ ആ കളിയും കൂടി മാറ്റിയാൽ കൊള്ളാം. അല്ലെങ്കിൽ ബിന്നി ഇതൊക്കെ തന്നെ അല്ലെങ്കിൽ 2 ആഴ്ച കൂടി പോകുമായിരിക്കും. 2 ആഴ്ച കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ച ഔട്ടാവും. എന്തായാലും ടോപ്പ് 5 വരത്തില്ല ബിന്നി. എനിക്ക് വരുമെന്ന് തോന്നുന്നില്ല. എനിക്ക് വരുമെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ വിചാരിച്ചിരുന്ന ഒരാളാണ് ബിന്നി. പക്ഷേ ഈ ആഴ്ചത്തെ കളിയോട് കൂടി ബിന്നിയുടെ ആദ്യം മുഴുവൻ പോയി. പിന്നെ നമുക്ക് ആദിലേക്ക് എന്താണെന്തോ അതിലേക്ക് എന്തോ കളിക്കുന്നേ. ആദില, നൂറ, അനിമോൾ ഇപ്പോൾ 3 പേരുടെ കൂട്ടിച്ചേർന്ന് എന്തൊക്കെയല്ല ബിഗ് ബോസിനെ കളിയാക്കുന്നത്. രാത്രി ഇരുന്ന് പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നെ മൈക്ക് മാറ്റി വെച്ചിട്ട് രഹസ്യം പറയുന്നത്. എന്തിനാണ് ഇവർക്ക് മൈക്ക് മാറ്റി വെച്ചിട്ട് ഇത്രയും രഹസ്യം പറയുന്നത്? പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണെന്ന് ചിന്തിക്കണ്ടേ? അനിമോൾ എന്തുകൊണ്ട് ഇവരെ കൂടെ കൂടിയതിന് ശേഷം അനിമോളാണ് നെഗറ്റീവ് ആയത്. അതുവരെ അനിമോൾക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. ഇവരെ കൂടി അനിമോൾ നെഗറ്റീവ്. എല്ലാവരും ക്യൂട്ട്നെസ് വാരി വിതറുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഈ ക്യൂട്ട്നെസ് ഒന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇത് ഗെയിമറല്ല, ഇതൊക്കെ ഗെയിമാണ്, വലിയ ഗെയിമാണ്. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ്. അതിന് ക്യൂട്ട്നെസ്സും കുഞ്ഞുവാവകൾ കളിയല്ല വേണ്ടത്. പിന്നെ ആദില ഇപ്പം ജയിലിൽ വന്നിട്ട് അനീഷിനോട് വഴക്കിടാനൊക്കെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ലൈവ് കഴിഞ്ഞതാണ്. അതുകൊണ്ട് എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. വഴക്കിട്ടില്ല ഒന്നും അറിയാൻ വയ്യ. കാരണം എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ചാൽ നൂബിനുമായിട്ട് നിന്നപ്പോൾ അനീഷ് പറഞ്ഞു ഒരു കപ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. അപ്പോൾ ഇവരെ കപ്പിളായിട്ട് അനീഷ് അംഗീകരിച്ചില്ല എന്നുള്ളത് അനിമോളുമായിട്ട് പറയാം. അനിമോൾ ചോദിക്കുന്ന ഇനി ചോദിക്കാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതുവരെ അനിമോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ആദില ചോദിക്കുന്നു നിൻ്റെ സ്റ്റാൻഡ് എന്തോന്ന്, അത് എന്നോട് ചോദിക്കേണ്ട ആവശ്യം എന്താണെന്ന്. ഞാൻ അതൊക്കെ വീഡിയോ ഇട്ട ആളാണ്. അത് ആദില ചോദിക്കേണ്ട ആവശ്യം. ഇപ്പോൾ അനിമോൾ സ്റ്റാൻഡ് മാറ്റി അത് അങ്ങനെ പറഞ്ഞത് അനീഷ് അങ്ങനെ പറഞ്ഞാൽ അപ്പം തന്നെ ചോദിക്കണം. എന്ത് ചോദിക്കാനാണ്? എനിക്കിഷ്ടമുള്ളതാണ് ഞാൻ പറയുന്നത്. എനിക്കിവരെ നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല. ഇവരെ കപ്പിളായിട്ട് എനിക്ക് അംഗീകരിക്കാൻ താല്പര്യമില്ല, ഞാൻ അംഗീകരിക്കത്തില്ല. അവർ ഫ്രണ്ട്സായിട്ടായിരിക്കും ചിലപ്പോൾ അയാൾ അംഗീകരിച്ച്. അല്ലെങ്കിൽ ഇവർ 2 കണ്ടസ്റ്റൻ്റ് ആണല്ലോ, ഇവരെങ്ങനെ കപ്പിളാവുന്നത്? ഇവരിപ്പോൾ 2 കണ്ടസ്റ്റൻ്റ് ആണല്ലോ, പിന്നെന്തിനാണ് ഇവരെ അങ്ങനെ അംഗീകരിക്കുന്നത്? ലക്ഷ്മി പറയുന്നുണ്ട് അവർ 2 കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞതെന്ന്. പക്ഷേ അനിമോൾ ഇങ്ങനെ പറയുന്നു നീ അപ്പം ചോദിക്കാൻ. അപ്പോൾ അത് ജയിലിൽ നിന്ന് വരുമ്പോൾ ഞാൻ എന്തായാലും അനീഷിനോട് ചോദിക്കും. എന്തായാലും അനീഷിനോട് കാണിച്ചത് എല്ലാം നമ്മൾ കണ്ടതാണ്. പാത്രം കഴിയെ വെള്ളം എടുത്ത് മുഖത്തൊഴിച്ചതും ഭയങ്കരമായിട്ട് തെറി വിളിച്ചതും രാത്രി മുഴുവൻ ഉറങ്ങാതെ ശല്യപ്പെടുത്തിയതും അയാളെ മുതുകത്തിടിച്ചതും എല്ലാം നമ്മൾ കണ്ട ആദിലയാണ്. ഈ ആദിലേക്ക് അടിച്ച് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു.
പിന്നെ നമുക്ക് ആര്യന് ഞാൻ പറഞ്ഞ ഒരു കഴിഞ്ഞ വീഡിയോ ഇട്ടാണ് ആര്യനൊക്കെ ഭയങ്കര ആര്യൻ്റെ വീട്ടുകാർ പുറത്ത് നിന്ന് കളിക്കുന്നു, ആര്യനകത്ത് നിന്ന് കളിക്കുന്നു, കപ്പും വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ബോയ് ആണ്. എന്താവും എന്നുള്ളത് പ്രേക്ഷകർ തന്നെ ചിന്തിക്കൂ. ഇവൻ്റെ കളി എന്താണ്, ഇവൻ്റെ നല്ലൊരു പക്ഷേ ടാസ്കൊക്കെ ചെയ്യും, നന്നായിട്ട് പോയാൽ നന്നായിട്ട് പോകും. പക്ഷേ ജിസേലിനെ ഇപ്പം പുറത്താക്കുന്നത് കൊണ്ട് ആര്യൻ നന്നായിട്ട് കളിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കളിക്കട്ടെ എന്തായാലും. പിന്നെ ലക്ഷ്മിയാണ്. ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു നിലപാടുള്ള ആളല്ല. എനിക്ക് ആദ്യം ഇത് സംസാരിച്ചു ഇവരെ നോർമലൈസ് LGBT കമ്മ്യൂണിറ്റി അവരെ നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, ഞാനത് നോർമലൈസ് ചെയ്യാൻ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് അതുകൊണ്ടാണ് ലക്ഷ്മി ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അല്ല എപ്പോഴേ ഔട്ടായി പോയാണ്. പക്ഷേ ആ നിലപാടുകൾ ലക്ഷ്മി മാറ്റി. ലക്ഷ്മി ഓരോ നിമിഷവും നിലപാട് മാറ്റുന്ന ആളാണ്. ഇപ്പം ഗെയിം കളിക്കാൻ വേണ്ടി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന വ്യക്തി നിലയിൽ ലക്ഷ്മി ഇനി എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ലക്ഷ്മിയൊക്കെ ഔട്ടായി ഉടനെ അടുത്ത വീക്കിൽ തന്നെ ഔട്ടായി പോകണം എന്നുള്ളതാണ്. കാരണം ഒരു കളിയില്ല, ആവശ്യമില്ലാത്ത സ്ഥലത്തെല്ലാം ചൊറിയാൻ ചെല്ലുവാണ്. കാര്യം അറിയാതെ ഉണിയലിൻ്റെ കാര്യം പോലെയാണ് ഷാനവാസ്. ഇന്നലെ ആ ഷാനവാസിൻ്റെ കാര്യം ഒരു കാര്യമില്ലാതെ ഒന്നും അറിയാതെ ചെന്നങ്ങ് ഷാനവാസിന് നീ സോറി പറയണം. എന്തിന് സോറി പറയണം? സൂപ്പർ ക്യാപ്റ്റൻ എന്ന് പറയാത്തതിന് സോറി പറയണം. പോയി പണി നോക്കാൻ പറഞ്ഞാൽ അതുകൊണ്ടാണ് ഷാനവാസ്. പിന്നെ ജിസേൽ ഇപ്പോൾ നാളെ പുറത്തേക്ക് പോകാൻ തോന്നുന്നത് ലാലേട്ടൻ്റെ മുന്നിൽ ലലേറ്റാ എന്ന് പറഞ്ഞ് ക്യൂട്ട്നെസ് വാരി വിതറും. പക്ഷേ ചീത്ത വിളിക്കുമ്പോൾ തനി കടപ്പുറം ചാളമേരിയാവും. അപ്പം സംസാരിക്കുമ്പോൾ ദേഷ്യം വന്ന് വഴക്കിടുമ്പം ജിസേലിന് മലയാളവും അറിയാം, ഒരു പ്രശ്നവുമില്ല. അതാണ് അമ്മ പറഞ്ഞത്. അമ്മ വന്നപ്പോൾ പറഞ്ഞു, നീ എന്താണ് മലയാളം കുട്ടി സംസാരിക്കാത്തത് എന്താണ് എന്നൊക്കെ ചോദിച്ചു. അമ്മ വഴക്ക് പറഞ്ഞു എന്നെ വഴക്ക് പറഞ്ഞു ലലേറ്റാ, എന്നെ അമ്മ വഴക്ക് പറഞ്ഞു ലലേറ്റാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ജിസേൽ പക്ഷേ സ്ട്രോങ് ഗെയിമറായിരുന്നു, എന്താണ് നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ജിസേൽ ഇന്നാക്റ്റീവ് ആണ് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ കുൽസിതം ഒരു 10-20-22 വയസ്സുള്ള പയ്യനെ അത് ഇത്ര വലിയ റിയാലിറ്റി ഷോ അല്ല. നമ്മളിപ്പോൾ പ്രായത്തിനിളയ ഒരുപാട് ആൾക്കാർ വിവാഹം കഴിക്കുന്നുണ്ട്, അത് സക്സസ്സുമാണ്. പ്രായത്തിനിളയ ആണുങ്ങളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം സക്സസ് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പിന്നെ അതിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇതൊരു 20-22 വയസ്സുള്ളൊരു പയ്യനാണ്, അത് റിയാലിറ്റി ഷോയാണ്. അവൻ എന്തോ മെച്യൂരിറ്റി ഉണ്ട്. അവനെയാണ് 10-35-40 വയസ്സുള്ള ഒരു സ്ത്രീ ഇങ്ങനെ കുൽസിതത്തിന് വേണ്ടി വേറെ ഒന്നിനുമല്ല. അപ്പോൾ അത് മോശമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനി അടുത്ത ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ.